90 സംഗീതത്തിൽ സാം 90 അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീതം. മോശയുടെ പ്രാർത്ഥന. ആ മോശയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. അത് വലിയൊരു ക്വാളിറ്റിയാണല്ലോ, ദൈവപുരുഷൻ, മാൻ ഓഫ് ഗോഡ്. വേദപുസ്തകത്തിൽ 8 പേരെ പ്രത്യേകമായി വിളിച്ചിട്ടുണ്ട്. അതിനധികം പേര് ദൈവപുരുഷന്മാരുണ്ടായിരുന്നു. മാൻ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർത്തോടെ ഇൻക്ലൂഡ്സ് ദ വിമൻ ഫോക്ക് സോങ്സ്. ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഈ പദം 8 പേർക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂട. അനേകർക്ക് അതിന് യോഗ്യതയുള്ളത്. ഞാൻ ചിലരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. മോശയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചു, നാം ഇപ്പോൾ അത് കണ്ടു. ശമൂവേൽ പ്രവാചകന് വേണ്ടി 1 ശമൂവേൽ 9:6 മുതൽ 10 വരെ ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെഹമ്യാവ് 12:24 ഏലിയാവിനെ കുറിച്ച്, ദൈവപുരുഷനായ ഏലിയാവ് 1 രാജാക്കന്മാർ 17:18 ഏലീശായെ കുറിച്ച് 2 രാജാക്കന്മാർ 4:7. അത് മാത്രമല്ല തിമോഥെയോസിനെ ദൈവത്തിന്റെ പുരുഷനായുള്ളത്, ദൈവമനുഷ്യൻ, ഓ മാൻ ഓഫ് ഗോഡ്. 1 തിമോഥെയോസ് 6:11. എന്നാൽ 2 പേരെ കുറിച്ച് നമ്മളധികം കേട്ടിട്ടില്ല. 2 ദിനവൃത്താന്തം 11:2 ശെമയ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളാരും അധികം കേട്ടിട്ടേ. സോ യു ഡോണ്ട് ഹാവ് ടു ബി ഫേമസ് ടു ബിക്കം എ മാൻ ഓഫ് ഗോഡ്. വേറെ മനുഷ്യരെ കുറിച്ചുകൂടെ നാം വായിക്കുന്നു. യിരെമ്യാവ് 35:4 പറഞ്ഞിട്ടുണ്ട് ഹനാനിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ദൈവപുരുഷനായ. നമുക്കെല്ലാം പ്രത്യാശ നൽകുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒന്നുകിൽ ഏലിയാവാകണം, എലീശ ആകണം, അല്ലെങ്കിൽ മോശയാകണം, ദൈവപുരുഷനാകണം. അത്രയും പ്രസിദ്ധി ഒന്നും വേണ്ട. യു ക്യാൻ ബി എൻ ഓർഡിനറി പേഴ്സൺ യെറ്റ് ബി എ മാൻ ഓർ എ വുമൺ ഓഫ് ഗോഡ്. അതാണ് ദൈവരാജ്യത്തിന്റെ സന്തോഷം. നമുക്കെല്ലാം കർത്താവ് അതിനുള്ള അവസരം തരുന്നു. ദൈവകൃപയുടെ വലിപ്പം എത്ര വലുതാണ്. നമുക്ക് ആ മോശയുടെ പ്രാർത്ഥന ഒരുമിച്ച് പഠിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് 2 ദിവസം കൂടി വരാൻ കഴിവും. ഏതെങ്കിലും കേട്ട ശബ്ദം, ബാബയിൽ കേട്ട ശബ്ദമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇന്ന് കർത്താവേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ മക്കൾ അധ്വാനിച്ചത് കർത്താവേ, എന്ന നടുവിൽ നോട്ടീസുമായിട്ട് ഓരോ ആലയത്തിൽ കയറി ഇറങ്ങി നാട്ടു റോഡിൽ നിന്ന് വിതരണം ചെയ്തു. സാധാരണ നീ അവരെ എല്ലാം അനുഗ്രഹിക്കും. നിന്റെ ഓർമ്മകളുടെ പുസ്തകം അതൊക്കെ ഉള്ളത് പുസ്തകം. ഇന്ന് രാത്രി ഞങ്ങൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് കൂടി ഞങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഗായക സംഘടന ഇത് സംഘടിപ്പിച്ച ദൈവമകൾക്കാണ് കർത്താവയുടെ വായിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലെത്തിയ അങ്ങേക്ക് പ്രസാദകരമാണ്. എല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാക്കി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ. മിരിയാമിന്റെ മരണത്തോടോ അഹരോന്റെ മരണത്തോടോ ഉള്ള ബന്ധത്തിലായിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് ചിന്തിക്കുന്നത്. വേറെ കൂട്ടർ പറയുന്നു, കാദേശ് ബർന്നയിൽ വന്നതിന് ശേഷം കനാനിലേക്ക് കയറേണ്ടതായിരുന്നു. എന്നാൽ കയറാൻ മനസ്സില്ലാതെ റിബൽ ചെയ്തതുകൊണ്ട് ദൈവം അവരെ മടക്കി മരുഭൂമിയിലേക്ക്. അതിന്റെ വെളിച്ചത്തിൽ അനേക നഷ്ടങ്ങൾ അവർക്കുണ്ടായി. നല്ല ശതമാനം ആളുകൾ മരുഭൂമിയിൽ പട്ടുപോയി. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലായിരിക്കാം, മരണമൊക്കെ കാണുന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം എഴുതിയത് എന്ന് തോന്നുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് നല്ല ഉപദേശം, ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ്, വാട്ട് ഷുഡ് ബി അവർ ഡിസൈർ. 4 പ്രാർത്ഥനാ കാര്യങ്ങളാണ്, വിഷയങ്ങളാണ് നമ്മളോട് കാണുന്നത്. മോസസ് പ്രേസ് ഫോർ 4 things to live in this world. ഈ ലോകത്തിൽ ജീവിക്കാൻ 4 കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കാരണം?
9-ാമത്തെ വാക്യത്തിൽ തങ്ങളുടെ നാടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നെടുവീർ പോലെ കഴിയും. സോ ഹി വാസ് പ്രോബബ്ലി വെരി സാഡ്. ദുഃഖിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാട് അനുഭവിച്ചൊരു മനുഷ്യനാണ് മോശ. അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, സംഖ്യാപുസ്തകം 11:13, കർത്താവേ, ഈ ജനതയൊന്നും ഞാൻ പ്രസവിച്ചതല്ലേ, പിന്നെ ഞാൻ ഈ മാറത്തെടുത്തോണ്ട് നിങ്ങളെ നടത്തണമെന്ന് പറയുന്നത് ഭാരമുള്ളൊരു കാര്യം. I did not bring them to this world. ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്നവരുടെ ഒരു ഭാരമായിപ്പോൾ ഞാൻ പറഞ്ഞു. കാരണം എന്നാന്നറിയാം, ഭക്ഷണം കൊടുത്താൽ തൃപ്തിയാകുന്നില്ല, നടത്തുന്ന വഴികളെ കുറിച്ച് തൃപ്തിയല്ല, എന്ത് ചെയ്താലും തൃപ്തിയല്ല, എല്ലാറ്റിനും പരാതി. പരാതിക്കാരുടെ ഒരു കൂട്ടത്തെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. വീട്ടിൽ ഒരു പരാതിക്കാരൻ ഒരു പൈതലുണ്ടെങ്കിൽ ഗ്രംബ്ലിംഗ് വൺ ചൈൽഡ്, ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്. ഇത്രയും ജനം ഇല്ലയോ മുഴുവൻ പരാതിക്കും. ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇറച്ചില്ല, രുചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് മിശ്രയമിലുണ്ടല്ലോ, എന്തെല്ലാം ഉണ്ട്, കൊടുക്കുന്നതൊന്നും തൃപ്തിയല്ല. ഈ ഗ്രംബ്ലിംഗ് അതിന്റെ കൂട്ടത്തിൽ വേറൊരു കൂട്ടിലൂടെ ഉണ്ടായിരുന്നു, ക്രിട്ടിസൈസിങ്. അത് ഈ സ്വന്തക്കാരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൂടുതൽ വേദന. അതെല്ലാം അനുഭവിച്ചൊരു മനുഷ്യനാണ്. നെടുവേർപ്പുള്ള മിസ്അണ്ടർസ്റ്റുഡ് പേഴ്സൺ. ദൈവമക്കളുടെ കൂടെ പറമെന്ന് ഞാൻ പറയും, മലയാള ഭാഷയിൽ നാട്ടുഭാഷയിൽ നമ്മുടെ എപ്പോഴത്തെ ഒരു കമ്പാനിയനാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആദ്യം സഭ മുതൽ അപ്പോൾ തന്റെ ജീവിതം ദുഃഖം കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. മെനി തിങ്സ് ടു ക്രൈ അബൌട്ട്. He was sad. 2, അദ്ദേഹം പറയുന്നു, മൈ ലൈഫ് ഈസ് ഷോർട്ട്. 7-10 ഏറെയായാൽ 80 ഞങ്ങളുടെ ആയുഷ്കാലം. 10-ാമത്തെ വാക്യം, കർത്താവേ, എന്റെ ജീവിതം സാഡാണ് മാത്രമല്ല, മൈ ലൈഫ് ഈസ് ഷോർട്ട്. അതെനിക്ക് തോന്നുന്നു പ്രായമായി വരുമ്പോഴാണ് ഇത് ഷോർട്ടാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. 20-ാമത്തെ വയസ്സിലൊക്കെ ഏതാണ്ട് അങ്ങ് നിത്യത വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ലോങ്. അതുകൊണ്ടാണ് ഈ 20-ാമത്തെ വയസ്സിൽ 50-കാരെയൊക്കെ കാണുമ്പോൾ വയസ്സന്മാരാണെന്ന് മനസ്സിലാക്കുന്നത്. 50 ആകുമ്പോഴാണ് നമ്മുടെ ചിന്തകളൊക്കെ മാറുന്നത്. പക്ഷേ മോശം ഒരു കാര്യം കണ്ടുപിടിച്ചു, ലൈഫ് ഈസ് വെരി ഷോർട്ട്. 2010 ആരംഭം മുതൽ ഞാൻ പാർക്കുന്ന സ്ഥലത്തെ ചുറ്റുപാട് നടന്ന സംഭവങ്ങളൊക്കെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ജീവിതം സാഡാണ്, ഷോർട്ടാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും പഴയ കാലത്തിൽ പാട്ട് പാടുമായിരുന്നു. അത് വളരെ മനോഹരമാണ്. നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നോ തിരികെ വരാം. ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഇല്ലയോ? വൺ വേ റോഡ് പോലെയാണ്. യു ടേൺ എടുക്കാൻ പോകത്തില്ല, തിരിച്ചു വരാൻ പോകത്തില്ല. ആരൊരാൾ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് wound only, it's like a clock wound only once. It's continuously unwinding. ജീവിതം ദുഃഖപൂർണമാണ്. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ലൈഫ് ഈസ് ഷോർട്ട്. 3, he finds so many sinful things in his life also. ദൈവദാസനം നോക്കട്ടെ, അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ, 8-ാമത്തെ വാക്യം, ഞങ്ങളുടെ രഹസ്യ ഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരും വെളിച്ചത്തിലോട്ട് ചേർന്ന് നടക്കുന്നവരുമാണ് കുറവുകൾ കൂടുതലായത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെളിച്ചത്തിൽ നടക്കണം, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുണ്ട്. പലപ്പോഴും പാപത്തെ കുറിച്ച് വലിയ ബോധ്യം ഇല്ലാത്തത് ഈ യു ഡോണ്ട് കം ടു ദ ലൈറ്റ്, യു നോ വി ആർ വെരി കംഫർട്ടബിൾ ഇൻ ദ ഡാർക്ക്. വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈദ്യർ പറയും, എന്തെല്ലാം കാര്യത്തിൽ ഇനി ക്രമീകരണം നടക്കേണ്ടിയിരിക്കുന്നു. Lord, life is very sad, short, and I find it very sinful also sometimes.
തന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയുക. ഇങ്ങനെയുള്ള അനുഭവത്തിൽ ആ രഹസ്യഭാവങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൂടുതൽ പാടും. അതിന്റെ നടുവിൽ താൻ എന്ത് ചെയ്യുന്നത് അറിയാമോ? ദൈവത്തിലേക്ക് തിരിയുന്നു. ഇവിടെയാണ് ദൈവപുരുഷന്റെ അനുഭവം. ജീവിതം ദുഃഖമാണെന്ന് മനസ്സിലാകുമ്പോൾ, ജീവിതം ഷോർട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ, when you find you are not living to the standard God has given to you, what do we do? നിരാശപ്പെടില്ല. Turn to God. ഒന്നാമത്തെ വാക്യമേ, ദൈവമേ കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ you are our dwelling place. അതിന്റെ നല്ലൊരു വിശ്വാസ പ്രഖ്യാപനം കേട്ടോ. Oh God, you are our dwelling place. ഈ dwelling place എന്ന് പറഞ്ഞാൽ, താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ വിചാരം. ഒന്ന്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഷെൽട്ടർ, തണലുള്ള സ്ഥലം. 2, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഓൾ അവർ സപ്ലൈസ്. ആവശ്യങ്ങളൊക്കെ വീട്ടിലോട്ടാണല്ലോ പോകും. പ്ലേസ് ഓഫ് എൻജോയ്മെന്റ്, നല്ല വീടിന്റെ കാര്യം പറഞ്ഞത്. ചിലർക്ക് സപ്ലൈ പുറത്താ, ചിലർക്ക് സന്തോഷം പുറത്താ. എന്നാൽ നല്ല ഭവനത്തിലാണ്, ദൈവമക്കൾക്ക് അവരുടെ ഭവനത്തിലാണ്. ഓൾ ദി സപ്ലൈസ്. 3, all our enjoyment, and it is a place of rest. അതുകൊണ്ടാണ് അത് ഉള്ളിൽ വെച്ചോണ്ടാണ് മോശ പറഞ്ഞ, കർത്താവേ നീയാണ് എന്റെ ഷെൽട്ടർ, നീയാണ് എന്റെ സപ്ലൈ, നീയാണ് എന്റെ എൻജോയ്മെന്റ്, നിന്നിലാണ് എന്റെ സകല സമാധാനവും സ്വസ്ഥതയും. അപ്പോൾ ജീവിതം ദുഃഖപൂർണ്ണമാണെന്നും ജീവിതം അല്പമേ ഉള്ളെന്നും ജീവിതത്തിൽ പോരായ്മ ഒരുപാടുണ്ടെന്നും താൻ മനസ്സിലാക്കിയപ്പോ ഭക്തനായ മനുഷ്യനെ ചെയ്യുന്നറിയാമോ? ദൈവത്തിലേക്ക്. ആ ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. 1, കർത്താവ്. ഇങ്ങനെ ഞാൻ പറയാൻ, ട്രെമൻഡസ് ഗോഡ്. കാരണം എന്താണെന്നറിയോ? മനുഷ്യപുത്രന്മാരെ മടങ്ങി വീഴുകയും കൽപ്പിക്കാൻ കഴിവുള്ള നോട്ട് ഓർഡിനറി പേഴ്സൺ. ഈ കമാൻഡ്സ് ആരോട് ചെയ്യുന്നവൻ സോവറൻ ഗോഡ്. സകലവും അവന്റെ വാക്കിനാൽ ഉളവായി. ആ ദൈവത്തിലേക്കാണ്. 2ാമത്തെ വാക്യം, നീ അനാദിയായും ശാശ്വതമായും യു ആർ ഇറ്റേണൽ ഗോഡ്. So who is my shelter? This tremendous God, this eternal God. ഈ നിത്യനായ ദൈവം എന്റെ തണലാകും. ദൈവം നിത്യനാണെന്നുള്ളത് എപ്പോഴും ഓർക്കണം. ദൈവം ഇറ്റേണൽ ആണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം. കാരണം നത്തിങ് സർപ്രൈസസ്. ദൈവം ഇറ്റേണൽ ആയതുകൊണ്ട് ലോകത്തിൽ നടക്കുന്നതൊന്നും ഇനിയും 10 വർഷം ഇനി ഉണ്ടെങ്കിലും 10 വർഷത്തിനപ്പുറത്ത് നടക്കാൻ പോകുന്നത് തമ്പുരാനെ അനുസരിക്കുന്നില്ല. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും. 3ാമതൊരു കാര്യങ്ങളുണ്ട്, ഹിസ് എ ഗ്രേഷ്യസ് ഗോഡ്. താഴോട്ടുള്ള വാക്ക്, നിന്റെ ദയ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദൈവത്തിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? അവർ ഗോഡ് ഈസ് എ ഗ്രേഷ്യസ് ഗോഡ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഗ്രേസ് ആണെന്ന് ഞാൻ പറയാം. ഗ്രേസ്. അതുകൊണ്ടാണ് നാം ആയിക്കൊണ്ടിരിക്കുന്നത്. പുസ്തകം പറഞ്ഞു, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകും. എന്നോട് ദൈവം കാണിച്ച കൃപ വ്യർത്ഥമായില്ല. ഈ ദൈവകൃപ എന്ന് പറയുന്നതിന്റെ മാതൃക എന്താണെന്നറിയോ? ദൈവകൃപ മനോഹരമെന്ന് പാടും. ഈ ഗ്രേസ് ഓഫ് ഗോഡിനകത്ത് മാനുഷികമായ ഒരു എലിമെന്റ് ഇല്ല. നത്തിങ് ഹ്യൂമൻ. ദൈവകൃപ. ദൈവകൃപയ്ക്കകത്ത് മാനുഷികമായ ഒരു എലിമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ദൈവകൃപയ്ക്ക് തോൽക്കാൻ യാതൊരു സാധ്യതയില്ല. Can grace of God fail? അതിനകത്ത് അല്പമെങ്കിലും മനുഷ്യന്റെ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. ദൈവകൃപയ്ക്കകത്ത് മനുഷ്യന്റേതായ ഒന്നുമില്ല. നത്തിങ് ഇസ് there. So it cannot fail. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം എത്ര അമൂല്യമാണെന്നറിയാമോ? മറ്റു മാർഗങ്ങളിൽ കൂടെ രക്ഷ നേടാൻ ശ്രമിക്കുന്നവരുണ്ട്, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. യു നെവർ നോ വെദർ യു ഗെറ്റ് ഇറ്റ്. എത്ര ചെയ്താലായി പാസ് മാർക്ക് വരുന്നത്?
എത്ര ചെയ്താലും ഒരു സംശയം, ശരിയായോ? എന്നാൽ നമുക്ക് സന്തോഷമുണ്ട്. എന്നാന്നറിയാവോ? ആകുന്നതെല്ലാം ദൈവകൃപയില്ല, എന്റേതായിട്ടൊന്നുമില്ല. എന്റെ രക്ഷതാരമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല, എന്റെ കൃപ. അപ്പോൾ ജീവിതം വളരെ ചെറുതാണ്, ജീവിതം ദുഃഖമുള്ളതാണ്, ജീവിതത്തിൽ അനേക ഭാരങ്ങളുണ്ടെന്നും പാപങ്ങളുണ്ടെന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവമേ, നീ തലമുറയായി എന്റെ സംഗീതമാണ്. യു ആർ അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കാൻ അദ്ദേഹം 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത് നോക്കട്ടെ, 12ാമത്തെ വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. മറ്റു വാക്യം ഞാൻ പറഞ്ഞോട്ടെ, അതൊന്ന് കംപ്രസ് ചെയ്ത് പറയട്ടെ. ലോർഡ് ഗിവ് മീ വിസ്ഡം. ലോർഡ് ഗിവ് മീ വിസ്ഡം. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ എന്താ ആവശ്യം കൂടുതൽ? പവറാണ്, മണിയാണ്. ഞാൻ പറയട്ടെ, ആവശ്യത്തിന് അധികം പണമെന്ന് വിചാരിക്കും. ചില കാര്യമൊന്നും അതുകൊണ്ട് സോൾവ് ചെയ്യാനോ, ആവശ്യത്തിന് അധികം ശക്തി ഉണ്ടല്ലോ, സോൾവ് ചെയ്യണമെന്നില്ല. മോശം പ്രാർത്ഥിച്ചു, തമ്പുരാനെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ലോകത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, സോറഫുൾ വേൾഡ്, a short life, sinful life, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ, ആ ടെംപ്റ്റേഷനുള്ള ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് നീ എനിക്കൊരു കാര്യം തരണം. ഗിവ് മീ യുവർ വിസ്ഡം. നിന്റെ ജ്ഞാനം എനിക്ക് തരണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഞാനിപ്പോൾ ഒരു ചോദ്യം നമ്മെ തന്നെ വിലയിരുത്താൻ പറയാം. ഈ ആണ്ടിലെ ഇപ്പോൾ ഏപ്രിലിലായി 4 മാസത്തോളം കഴിഞ്ഞു. ഈ 4 മാസത്തിൽ ഒരിക്കലെങ്കിലും കർത്താവെ ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിച്ചു? കർത്താവ് വഴി തുറക്കണേന്ന് പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു, വിടുവിക്കണേന്ന് പ്രാർത്ഥിച്ചു, ബലം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇതെല്ലാം പരിശുദ്ധാത്മാവെ ശക്തി തരണം, എല്ലാം നല്ല കാര്യമാണ്. But we never pray for wisdom. ദൈവം സലോമോനെ അനുഗ്രഹിച്ചത് കാര്യമില്ല. നിനക്കെന്ത് വേണം? പെട്ടെന്ന് മറുപടി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞില്ല. ഇന്ന് ഒരാൾ എന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞു, ആലോചിച്ച് പറയാം. എന്നാൽ സലോമോനോട് ചോദിച്ചത് നിനക്ക് എന്തോ വേണം? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ, ഈ പട്ടണത്തിൽ നിങ്ങൾ പോകുന്ന വലിയ സംഘർഷങ്ങളുള്ള ആ സ്ഥലത്തൂടെ, maybe you are going through conflict, difficulties, problems. You know what you require? The wisdom of God. കർത്താവേ, നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് തരാം. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വർണ്ണിക്കട്ടെ. യോസേഫും മറിയയും അവർ വിവാഹം നിശ്ചയിക്കപ്പെട്ട കപ്പിളാണ്. യോസേഫ് പെട്ടെന്ന് മനസ്സിലാക്കുന്നു തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണ്. നല്ല സാമാന്യ ബുദ്ധിയുള്ള വേൾഡ്ലി വിസ്ഡം അദ്ദേഹത്തോട് പറഞ്ഞെന്നറിയാം. നല്ല മനുഷ്യനായിരുന്നു, പരസ്യമായിട്ട് ഉപേക്ഷിക്കല്ല, ഇങ്ങനെ നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് രഹസ്യമായി അവളെ, അത് ലോകത്തിന്റെ വിസ്ഡമായിരുന്നു. എന്നാൽ അന്ന് രാത്രി തമ്പുരാന്റെ ആലോചന പറഞ്ഞു. യോസേഫിന് ആ നിമിഷം ആവശ്യമായിരുന്നു എന്താണെന്നറിയാമോ? ഹെവൻലി വിസ്ഡം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ it may not look right, എന്നാൽ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ആലോചിച്ചതെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിൽ വളർത്തുവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടിരുന്നു. ഒടിഞ്ഞു കൂടി വന്നിരിക്കുന്നത് നമുക്ക് എന്താ ആവശ്യം അറിയാമോ? കർത്താവ്, നിന്റെ വിസ്ഡം എനിക്ക് തരാം. മരുഭൂമിയിൽ വലിയൊരു പുരുഷാരം കൂടിയുണ്ട്. സന്ധിയാകുകയും ചെയ്യും. ശിഷ്യന്മാരുടെ വിസ്ഡം എന്താ പറഞ്ഞെന്നറിയാമോ?
ഇവരെ കുറച്ചു നേരം കൂടെ വെച്ചാൽ ചിലപ്പോൾ ഇവരുടെ റിബല്യസ് ആകാൻ സാധ്യതയുണ്ട്, പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ പോകുന്ന വഴി അവർ വീണ് പോകാൻ സാധ്യതയുണ്ട്. ഹ്യൂമൻ വിസ്ഡം സെൻഡ് ദം അവേ. കർത്താവ് പറഞ്ഞു, അതല്ല സ്വർഗീയ ആലോചന. യു ഗിവ് ദം ടു ഈറ്റ്. ജീവിതത്തിന്റെ വിവിധ സമയത്ത് നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യം. ഇനി കോൺഫ്ലിക്റ്റിന്റെ മേഖലയിലോട്ട് വരട്ടെ. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പല രീതിയിലും സൗമ്യതയുള്ള ഒരു മനുഷ്യനും വിനയമുള്ള ഒരു മനുഷ്യനാണ്. വിനയത്തിന് നല്ല എക്സാമ്പിളാണ് ഡേവിഡ്. ദാവീദ് ഒരു സ്ഥലത്ത് തന്റെ ആളുകളുമായി ഒളിച്ചു പാർക്കുമോ, കാരണം ശൗൽ തന്നെ ഉപദ്രവിക്കാൻ ഓടി നടക്കുക. അതിനെ അടുത്ത് നാബാൽ എന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യനുണ്ട്. ആ ധനികന് ധാരാളം ആടുമാടുകളുണ്ടായിരുന്നു. ദാവീദും കൂട്ടരും നല്ല യോദ്ധാക്കളായിരുന്നത് കൊണ്ട് ഒരു ദുഷ്ടന്മാരും ഒരു കള്ളന്മാരും വന്ന് അവന്റെ യാതൊന്നും നാബാലിന്റേതൊന്നും അപകരിച്ചുകൊണ്ട് പോയില്ല. നാബാലിന്റെ ആടുകളെല്ലാം ഭദ്രമായി. അങ്ങനെ ഇരുന്നപ്പോൾ നാബാലിന്റെ വീട്ടിൽ രോഗം കത്തിരിക്കുന്ന ഒരു ഉത്സവ സമയത്ത് ഭക്ഷണം ധാരാളമുണ്ട്. അപ്പോൾ ദാവീദ് വിചാരിച്ച് ഞങ്ങൾ അടുത്തൊക്കെ താമസിച്ചുകൊണ്ടല്ലോ അവന്റെ ധനമൊന്നും നഷ്ടപ്പെടാതിരുന്നു. ഈ സമയത്ത് വിശന്ന് ഒരുക്കി കഴിയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടുവായിരിക്കും. ആളുകളെ വിട്ടു. ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ നാബാൽ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ ദാവീദ് ആരാ? ഇസ്സായുടെ പുത്രൻ ആരാ? അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഗോലിയാത്ത് എന്ന മന്നനെ വീഴിച്ച ഒറ്റ ദാവീദേ ഇസ്രായേലിലുള്ളൂ. അറിയാം. പിന്നെ ചിലപ്പോൾ സർക്കാസ്റ്റിക്കായിട്ട് ചിലരെ ഒക്കെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതാര്? അവരെ ഘോഷനാക്കി പറഞ്ഞ് ഇത് കേട്ട മാത്രയിൽ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? വാളെടുത്തു. കൂട്ടുകാരോട് പറഞ്ഞു വാളെടുത്തോളാൻ പറഞ്ഞു. നാബാലിന്റെ ഭവനത്തിൽ ഒരൊറ്റ പുരുഷനെ ജീവിക്കരുത്, അതാണ് ഉദ്ദേശം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അബീഗയിൽ വഴിയിൽ വന്നിട്ടൊരു ബുദ്ധിപദേശം കൊടുത്തു. നീ രക്തം യഹോവയുടെ യുദ്ധങ്ങളെ ചെയ്യുന്നവനാ നീ. Now you are going to fight your own battle, not the battle of the Lord. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ അനേകരുണ്ടല്ലോ. ഇന്ന് ചിലരൊക്കെ അവരുടെ കൊച്ചു പെറ്റി പ്രാക്ടീസുമായിട്ട് ജീവിക്കുക. ദൈവം നിങ്ങൾക്ക് ബലവും ശക്തിയും കഴിവും ഒക്കെ തന്നത്, ആലോചനയും ബുദ്ധിയും എല്ലാം തന്നത് നമ്മുടെ യുദ്ധം ചെയ്യാനുണ്ട്. അവിടെ എല്ലാം എനർജി കളയുന്നത് കൊണ്ടാണ് ചെയ്യേണ്ട സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് വിലയില്ലാതെ. ശൗൽ രാജാവിന്റെ കാര്യം ഞാനൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. ഈ ശൗൽ ഈ ദാവീദിന്റെ പുറകെ ഓടി നടക്കുന്നത് കൊണ്ടാണ് ഈ ഫെലിസ്ത്യർ വരുമ്പോൾ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് വരവില്ല. എനർജി നമ്മുടെ നാട്ടുകാരോടും വീട്ടുകാരോടും വഴിയിലുള്ളവരോടും പള്ളിയിലുള്ളവരോടും എല്ലാം നിരന്തരം വഴക്കിട്ട് നമ്മുടെ എനർജികളെല്ലാം പോയിരിക്കുന്നത് കൊണ്ട് തമ്പുരാന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനകരമായ വല്ലതും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ. എന്നാൽ ഈ ആലോചന ഈ സ്ത്രീ പറഞ്ഞപ്പോഴേ ദാവീദ് സ്വീകരിച്ചു. ഒരുപക്ഷെ ഈ രാത്രി ഞാൻ ഈ വാചകം പറയുമ്പോൾ നമ്മൾ ചിലർക്ക് ഇത് വളരെ ആവശ്യമാണ്. ബുദ്ധിയില്ലാതെയും ജ്ഞാനമില്ലാതെയും വരുമ്പോഴാണ് നമ്മൾ ചില സിറ്റുവേഷൻ ഇട്ടിട്ട് ഓടുന്നത്. We like to give up, we like to run away, we like to destroy. ഇന്ന് രാത്രി ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം. ഒരുപക്ഷെ ജീവിതത്തിന്റെ സമ്മർദ്ദത്തിന്റെ നടുവിൽ യു ആർ ഫീലിംഗ് ലൈക്ക് റണ്ണിങ് അവേ. ചിലതൊക്കെ വേണ്ടായിട്ട് വെക്കാനൊക്കെ ഇവിടത്തിൽ തീരുമാനമുള്ളവർ ഇതിന്റെ നടുവിൽ കാണും. All what you need is the wisdom of God. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ ജ്ഞാനം. വേദോത്സവത്തിലൊരു വാക്കുണ്ട്, ഒരുവന് ജ്ഞാനം കുറവാകുന്നു ഫൽസിക്കാൻ ഔദാര്യമായി കൊടുക്കുന്നു. ഇവ നല്ല വാക്യമാണ്. ഒരുവന് ജ്ഞാനം ആകുന്നുവെങ്കിൽ കുറവാണെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കർത്താവ് കൊടുക്കുന്നത് ചോദിച്ചാൽ മതി. പിന്നീട് കർത്താവെ
ഇന്ന് രാത്രി ഞങ്ങൾക്ക് അത് തരണം. മോശയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ലോർഡ് ജീസസ്, ഗിവ് മീ ദ വിസ്ഡം ടു ലിവ്. ഫ്രാൻസിസ് ഷേഫർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഹൗ ദെൻ ഷാൽ വി ലിവ്. ഈ ലോകത്തിന്റെ ഈ വക്രതയെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൗ ദെൻ ഷാൽ വി ലിവ്, നീ എങ്ങനെ ജീവിക്കും? ഒന്നാമത്തെ പടി, കർത്താവേ നിന്റെ ജ്ഞാനം എനിക്ക് തരണം. ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ, ഈ ജോലി കൈകാര്യം ചെയ്യാൻ, എന്നോട് എപ്പോഴും എതിർക്കുന്ന ഈ സഹോദരനെ കൈകാര്യം ചെയ്യാൻ, Lord, give me the wisdom to handle that person right. ഞാൻ പറയട്ടെ, ദൈവത്തോട് ചോദിച്ചാൽ ധാരാളം ജ്ഞാനം തരുന്നുണ്ട്. രണ്ടാമത്തെ മോശയുടെ പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, make us glad. അത് തന്നെ പ്രാർത്ഥന അല്ലയോ? ഇത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മോശ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. 15-ാമത്തെ വാക്യം എഴുതി, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് മാത്രമല്ല, ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് പ്രപ്പോർഷണലായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കും. ഇതിനകത്ത് സ്വാർത്ഥതയൊന്നുമില്ല കേട്ടോ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ തമ്മിലൊരു സന്തോഷമാണ്. എന്റെ ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒത്തവണ്ണം തക്കവണ്ണം പ്രപ്പോർഷനലി ഞങ്ങളെ സന്തോഷിപ്പിക്കണം. ദൈവം സന്തോഷം തരുന്നവനാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ സന്തോഷം എന്ന് നോക്കട്ടെ. 13-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, യഹോവയെ മടങ്ങി വരണമേ. The presence of God brings joy. രാജാവ് ഉള്ളിടത്ത് രാജകൻ, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം തരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ മടങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് സന്തോഷം വേണം. നിന്റെ സാന്നിധ്യം കൊണ്ട്. ദൈവത്തിന്റെ സന്തോഷവും ലോകത്തിന്റെ സന്തോഷവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. The joy of the Lord is very different. ഇതെന്നും എന്നും നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ ത്രില്ലല്ല. ലോകത്തിന്റെ സന്തോഷം എന്ന് പറയുന്നതിന് ഈ ത്രില്ലെന്ന് പറയും. ഇറ്റ് ഗിവ്സ് യു എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഈ ത്രില്ലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് പോകും. എന്നാൽ ദൈവത്തിന്റെ സന്തോഷം എന്നും എന്നും നിലനിൽക്കുന്നു. ഏതനുഭവത്തിൽ, കാലാഗ്രഹത്തിന്റെ ഉള്ളിൽ, ജീവിതത്തിന്റെ വേദനയുടെ നടുവിൽ സന്തോഷിപ്പിക്കാൻ കർത്താവിന് കഴിയും. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വെളിപ്പെട്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ അത്യന്തം സന്തോഷിച്ചു. So he's praying, Lord, make me glad. എന്നെ ഒന്ന് സന്തോഷിപ്പിക്കും. രണ്ടാമത് നമുക്ക് സന്തോഷം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല. 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തരാകും. God's mercy. താഴോട്ട് പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് God's mercy. ദൈവത്തിന്റെ കരുണ എത്ര വലുതാണെന്നറിയാം. നിൻ കരുണകൾ കർത്താവെ വളരെയാകും. അവയെ ഓർത്ത് സദാ ഞാൻ ആശ്ചര്യപ്പെടുന്നു. CSI ആരാധനക്രമത്തിലെ ഒരു പാട്ടാണ്. ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അറിയാതെ ഒന്ന് പാടും, നിൻ കരുണകൾ കർത്താവ് വളരെയാകും. അവനെ ഓർത്ത് സദാ ഞാൻ ആശ്ചര്യപ്പെടുന്നു. God's mercy. നമ്മൾ ജീവിക്കുന്ന മുഴുവൻ അതുകൊണ്ടാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ വളരെ മിസറബിളായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യത്തെ ചിന്തിച്ചോണം, എന്റെ കർത്താവിന്റെ കരുണ എത്ര വലുതാണെന്ന്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരുന്നു. You can never drain God's mercy. നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും തമ്പുരാന്റെ ദയ നമുക്ക് വറ്റിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ദയ വലുതാണ്. ദൈവത്തിന്റെ ദയ എന്നേക്കും ഉള്ളതാണ്. ദൈവത്തിന്റെ ദയ പുതിയതാണ്. 3, 15-ാമത്തെ വാക്യം വായിക്കാട്ടെ. ദൈവം ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നാണ് ഒരു ഭാഷാന്തരം. റിസ്റ്റോർ. ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു
വഴിയാണ്. ഒന്ന്, തന്റെ സാന്നിധ്യമുണ്ട്. രണ്ട്, തന്റെ ദയവുണ്ട്. മൂന്ന്, താൻ യഥാസ്ഥാനപ്പെടുത്തുന്നു. നമ്മുടെ ജീവിത വഴിത്താരയിൽ ദുഃഖം വരുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ തെറ്റിപ്പോകുമ്പോഴാണ്, പാപം വരുമ്പോഴാണ്, ഏത് ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ഏത് സാഡ്നെസിന്റെ പുറകിൽ നമ്മുടെ ജീവിതത്തിൽ പെയിൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? പാപമാണ്. സന്തോഷം കെടുത്തുന്നത് പാപമാണ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കണമേ. അപ്പോൾ സങ്കീർത്തനങ്ങൾ പറഞ്ഞു, ലോർഡ് യു ആർ എ റിസ്റ്റോറർ, റിസ്റ്റോർ മൈ സോൾ. എന്റെ പ്രാണനെ നീ യഥാസ്ഥാനപ്പെടുത്തണം. അപ്പോൾ സന്തോഷം തരണേ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കൺവെൻഷൻ യോഗങ്ങൾ, ധ്യാന യോഗങ്ങൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? സെലിബ്രേഷൻ എന്നുള്ളതല്ല, ഒരുമിച്ച് കൂടി വരുന്നു എന്നുള്ളതല്ല. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ആലോചന മനസ്സിലാകുമ്പോൾ, എവിടെയൊക്കെ യഥാസ്ഥാനപ്പെടണമോ, എവിടെയൊക്കെ തിരുത്തലുകൾ വരുത്തണമോ, അവിടെയൊക്കെ തിരുത്തലുകൾ വരുത്തി കർത്താവേ, എന്റെ ജീവിതത്തെ ഒന്ന് റിസ്റ്റോർ ചെയ്യണമേ. When you are restored, there is joy. എപ്പോഴും ഉപയോഗിക്കുന്നില്ലാണ്. പ്രത്യേകിച്ച് എൻ്റെ മോളെ വലിയ ബന്ധം ഒരമ്മയാണ്. എന്നാൽ കൊച്ചു പ്രായമായിരുന്നപ്പോൾ പാവയും കൊണ്ട് വരുമായിരുന്നു. ഞാനോടൊപ്പം ഞങ്ങളുടെ വീട്ടിലൊരു പാവ ഉണ്ടായിരുന്നു. ആ പാവയുടെ കൈയും കാലും എല്ലാം ഇങ്ങനെ ഈ മൂവ്മെന്റ് ഉള്ളത്. ചിലപ്പോൾ ഇത് കറക്കി അതിന്റെ സോക്കറ്റിൽ നിന്ന് വീഴിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്തല്ല അതുകൊണ്ട് പോകുന്നു, അപ്പൻ്റെ അടുത്താണ്. ഈ കൊച്ചിലേ അവരുടെ ഉള്ളിൽ വരുന്ന ഡാഡി ക്യാൻ ഫിക്സ് ഓടിക്കൊണ്ടുവന്ന അപ്പ. അപ്പൊ ഈ കൊച്ചി എപ്പോഴും ഞാൻ അവിടെ വന്നിട്ട് കണ്ണുകൊണ്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കും. ഞാനത് ആ സോക്കറ്റിനകത്തോട്ട് ഏതാണ് വലിയ വീരകൃത്യം ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അതിനകത്തോട്ടിട്ട് തിരിച്ചകത്തോട്ട് കയറും. ആ മുഖത്തോട്ട് നോക്കിയാണ് രാത്രി അതിനോടുള്ള ബന്ധത്തിലുള്ള ആലോചന പറയട്ടെ. ജീവിതത്തിൽ കൈവിട്ടു പോയതും മുടങ്ങിയതും no matter where it is, Heavenly Daddy can fix it up for you. I'm sorry, it's done on the cross. കുരിശിന്റെ ചുവട്ടിൽ അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ, യഥാസ്ഥാനപ്പെടാനും കഴിയാത്ത ഒരു കാര്യമില്ല. സന്തോഷമില്ലാത്തൊരു വ്യക്തി ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ maybe you need cleansing in your life. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ മോശ പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് വിശുദ്ധം തരണം. രണ്ട് ദൈവം പ്രാർത്ഥിച്ച് കർത്താവേ എന്നെ സന്തോഷിപ്പിക്കണം. മൂന്നാമതായി 90-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാണ്. ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. Let the beauty of the Lord abide with us. എന്ന് പറഞ്ഞാൽ കർത്താവേ, make me beautiful. എന്നെ സൗന്ദര്യമുള്ള നിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ അണിയിക്കണമേ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയായിരുന്നു പറയുന്നതല്ല. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന, how that should we live, നമ്മൾ എങ്ങനെ ജീവിക്കണം. കർത്താവേ, ഈ ഭൂമിയുടെ പരപ്പിൽ അങ്ങയുടെ പ്രസാദം, അങ്ങയുടെ സൗന്ദര്യം, let the beauty of Jesus be seen in me. ഈ ലോകത്തിൽ സുവിശേഷം പരക്കണമെങ്കിൽ ഘോഷിക്കണം, സുവിശേഷകാരെ അയക്കണം, പ്രസംഗിക്കണം, സൽപ്രവർത്തികൾ ചെയ്യണം. പക്ഷെ ഇത് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നോക്കുമ്പോൾ ദൈവത്തിന്റെ സൗന്ദര്യം കാണുന്നില്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ അന്നേരം പറയുന്നത് എന്നാണെന്നറിയോ? ഇത് ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ ഒരു സ്നേഹിതനെ ഇവിടെ ഈ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഇടുക്കി പ്രദേശത്ത് വന്ന് അവിടെ ഇങ്ങനെ പലയിടത്ത് പോയപ്പോഴേ ഈ സ്പൈസസ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇടുക്കി അന്ന് 3-ാമത്തെ പ്രദേശമാണ്. അപ്പോൾ ഒരു കടയിൽ കയറി. അപ്പോൾ ആ കടയിൽ കയറിയുള്ള ഒരു സ്ത്രീ പല കാര്യങ്ങൾ, ഹെൽത്തിന്റെ പല കാര്യങ്ങളും ഒരു കൊണ്ടുവന്നു. ഒരെണ്ണം കയ്യിലോട്ട് കൊടുത്തേക്ക് പറഞ്ഞു,
ഈ വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലതാണ്. ബോഡി സ്ലിം ചെയ്യും. എന്റെ സ്നേഹിതൻ അവിടെ നിന്നോട് ചിരിച്ചുപോയി, പൊട്ടിച്ചിരിച്ചുപോയി. കാരണം എന്താണെന്നറിയാം, ഈ വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്ത ആളുണ്ട്. വണ്ണമല്ല, അമിത വണ്ണം. രക്ഷിക്കുന്നു, പാപം പോകുന്നു, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ലോകം എന്ന് പറയുന്നറിയോ? വാട്ട് അബൌട്ട് യു? അനേക ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയത് നമ്മുടെ സുവിശേഷത്തിന്റെ താല്പര്യക്കുറവോ സുവിശേഷം അറിയിക്കാൻ കഴിവില്ലാതെ പോയതുകൊണ്ടോ അല്ല, സുവിശേഷത്തിനൊത്തവണ്ണം ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ്. We don't radiate the beauty of the Lord. You know what people say? If this is a religion, we don't want it. ഇതാണ് ദൈവഭക്തിയെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭക്തി വേണ്ട. അവിടെ മോശ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ അണിയിക്കണം. നമ്മുടെ കൺവെൻഷൻ ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 4 പ്രാർത്ഥനകളിൽ ഏറ്റവും അധികം ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങൾ ഈ യോഗമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കാര്യം വെച്ചു. Help us to live a beautiful life. നിന്റെ തേജസ്സും നിന്റെ സൗന്ദര്യവും കർത്താവിന്റെ സ്വഭാവമുള്ള ജീവിതം. ഫിന്നിയെ കുറിച്ച് നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു മില്ലിൽ കൂടെ, തുണി മില്ലിൽ കൂടെ കയറി ഇറങ്ങി. അവിടെ ഒരുപാട് യൗവനക്കാർ പെൺകുട്ടികൾ വേല ചെയ്യുന്നുണ്ട്. ഉപദേശി അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ നോക്കി ജോക്ക് പറഞ്ഞ് ഒരുപാട് പൂച്ഛിച്ചു. ആ മനുഷ്യൻ ഒരു വാക്കും പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുള്ള. He never said a word. എന്നാൽ വളരെ ഗ്രേഷ്യസ് ആയി അതിനകത്തൂടെ പോയി അദ്ദേഹം ആ മില്ലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പെൺകുട്ടികൾക്ക് പാപബോധം വന്നു. സുവിശേഷം പറഞ്ഞില്ല. അദ്ദേഹത്തെ നോക്കി പുച്ഛിക്കുന്നതിന്റെ നടുവിൽ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ദൈവതേജസ്. അതുകൊണ്ടാണ് ആരാണ് എഴുതുന്നത്? ഈ സ്റ്റാൻലി ജോൺസിനോട് ആരോ പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ലൈക്ക് മാംഗോ ട്രീസ്. എത്ര കല്ലെറിഞ്ഞാലും അടുത്ത വർഷം കായ്ക്കണം. നമ്മൾ ഒരു കല്ല് വരുമ്പോൾ വാടിപ്പോകുന്നവർ, ഓരോ വിമർശനം വരുമ്പോൾ തകർന്നു പോകുന്നു. അങ്ങനെയായ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ സൗന്ദര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് തരാൻ കർത്താവ് ആഗ്രഹിക്കും. പലപ്പോഴും നമുക്ക് ഈ സൗന്ദര്യമില്ല. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കും. So we must grow in His likeness. ഇന്നിവിടെ ഒരു നല്ല പാട്ട് പാടി, വാഴിൽ ഞാൻ രക്ഷിതാവിൽ കൂടെ. അതിനോട് ഞാൻ വേണ്ടേ, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയന്റെ, ഞാൻ സാധാരണ പറയും, പ്രിയന്റെ നാടിനോട് അടുക്കുക മാത്രമല്ല, പ്രിയനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഇന്നലേക്കാൾ ഇന്ന്, കഴിഞ്ഞ നാളുകളിലുള്ളതിനേക്കാൾ ഈ വർഷം നമ്മുടെ ജീവിത സ്വഭാവത്തിന് വ്യത്യാസമാണ്. If we are not growing into His likeness, do we have that life in us? എവിടെ ജീവനുണ്ടോ അവിടെ വളർച്ചയുണ്ട്. വളർച്ചയില്ലെങ്കിൽ ജീവനില്ല. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നാം ചേർന്ന് വരുന്നില്ലെങ്കിൽ, if you are not growing into His likeness, there is no life in us. ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം പറയാം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം സ്വഭാവത്തിൽ വ്യത്യാസം വന്നു, സൗമ്യതയിൽ വ്യത്യാസം വന്നു, ദൈവകൃപയിൽ വ്യത്യാസം, സംസാരത്തിൽ വ്യത്യാസം വന്നു, നോട്ടത്തിൽ വ്യത്യാസം വന്നു, ആറ്റിറ്റ്യൂഡ്സിൽ വ്യത്യാസം വന്നു. Or are we still the same? നല്ലൊരു പ്രാർത്ഥനയാണ്, ദൈവമേ, നിന്റെ തേജസ്, നിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ അണിയിക്കണം. You know, world has many arguments against religion, spirituality.
but they will never argue against a Christ-like person. ലോകത്തിൽ അനേക ആർഗ്യുമെന്റ് നമ്മൾ അതുകൊണ്ട് എന്നാൽ അവർ നമ്മെ ആ പല കാര്യങ്ങൾ കൊണ്ട് ആർഗ്യുമെന്റ് കൊണ്ട് തർക്കങ്ങൾ കൊണ്ട് നമ്മെ അടിച്ചു താഴ്ത്തിയിടും. പക്ഷെങ്കിൽ കർത്താവിന്റെ സ്വഭാവം എങ്കിൽ ഒരിക്കലും ആർഗ്യുമെന്റ് ഇല്ല. ഒരു മനുഷ്യനെ ഒരു സുവിശേഷം പറയാൻ വലിയ താല്പര്യം പലരോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഒരു വലിയൊരു ബുദ്ധിജീവിയുണ്ട്, വെരി ക്ലവർ പേഴ്സൺ. എന്നാൽ ഇദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹത്തോടുള്ള സുവിശേഷം ഒന്ന് പറയാൻ. ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അദ്ദേഹം പോയി. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു 100 ആർഗ്യുമെന്റ് ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒരു സിമ്പിൾ മനുഷ്യൻ. ആ ആർഗ്യുമെന്റ് ഇങ്ങോട്ട് പറഞ്ഞ ഒരൊറ്റ ആർഗ്യുമെന്റിന് പോലും ഇദ്ദേഹത്തിന് മറുപടി ഇല്ല. ആകെ അവിടെ ഇങ്ങനെ വേർത്ത് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവിടെ വീട്ടിൽ പോകുന്നു. പക്ഷെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ അതേ ഒരു കാര്യം ചെയ്തു. കൈയെടുത്ത് തോളയിലോട്ട് വെച്ച്, ഫ്രണ്ട്, I wish you knew the Lord. Jesus loves you. You will do. ആർഗ്യുമെന്റ് ഒന്നുമില്ല, ബുദ്ധിജീവിതല്ലേ. വളരെ നിരാശയിലാണ് കിടന്ന്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ മനുഷ്യൻ ഈ വീട്ടിൽ വന്നു. ഏത് മനുഷ്യൻ പോയോ ആ മനുഷ്യന്റെ വീട്ടിലോട്ട് ആ ബുദ്ധിജീവി വന്നു. അപ്പം വീട്ടുകാർക്ക് വന്ന് പറഞ്ഞു, നിങ്ങളെ കാണാനായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പുറത്തോട്ട് വരുന്നേ ഇല്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ വന്നിരിക്കുകയെന്നാണ് വിചാരിച്ചത്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ നിർബന്ധം കൊണ്ട് പുറത്തു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, I argued with you, but the way you talked to me, it convicted my soul. I could not sleep. എനിക്ക് ഉറങ്ങത്തില്ല. ആ മുറിയെ കർത്താവിനെ സ്വീകരിച്ചു. ആ വിധത്തിൽ ഞാൻ പറയട്ടെ, world has no argument against a Christ-like life. പലപ്പോഴും നമ്മോട് തർക്കിക്കുകയും നമ്മെ അടിച്ചിരുത്തുകയും ചെയ്യുന്നത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം വരേണ്ട ഫലമേ. കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം, ഒത്തുചേർന്ന് പോകാൻ കഴിയാത്ത സ്വഭാവം, ഇറിറ്റേറ്റഡ് നേച്ചർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോ? എന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ, നിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെയാണ്. ഈ റിലീജിയോസിറ്റി ഉണ്ടല്ലോ, മേക്കപ്പ് പോലെയാണ്, ഭക്തിയുടെ വേഷം, ഫാരിസീക്ക് റിലിജിയൻ, റിച്വലിസ്റ്റിക് റിലിജിയൻ, ബിസി റിലിജിയൻ, ഇതൊക്കെ ഈ കോസ്മെറ്റിക്സ് പോലെയാണ്. ആരൊരാൾ പറഞ്ഞു, ഈ ബ്രൈഡിനെ ഈ തലേ ദിവസം കണ്ടെത്തി ഏർലി മോർണിംഗ് കാണുമ്പോഴാണ് റിയാലിറ്റി ഹിറ്റ്. That is when cosmetic goes. Religion അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടല്ലോ, അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് സംതിങ് യു പുട്ട് ഓൺ. ജീവിതത്തിന്റെ റിയാലിറ്റി വരുമ്പോൾ ഇല്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും ഒറ്റ വഴി, യു ബി എ ക്രൈസ്റ്റ്-ലൈക്ക് പേഴ്സൺ. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരോട് തർക്കിക്കുകയും വേണ്ട, അവരോട് ഗർജിക്കുകയും വേണ്ട, അവരെ തിരുത്താനായി വലിയ അധ്വാനമൊന്നും ചെയ്യാനും വേണ്ട. ദൈവഭക്തിയുടെ പൂർണ്ണതയിൽ ഒന്ന് ജീവിച്ചു നോക്കിയേ. കർത്താവിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിലുള്ളതായിട്ടൊന്ന് ജീവിച്ചു നോക്കിയേ. അല്പമൊക്കെ റെബലിക്കുമായിരിക്കും, പക്ഷെ വളർന്നു വരും. കാരണം ദൈവഭക്തിയുള്ള ജീവിതത്തോട് മറുതലിക്കാൻ അവർക്ക് കഴിയുന്നില്ല. You know why they are arguing? Because they know you through and through. They know me through and through. എന്റെ ജീവിതത്തിന്റെ ഉള്ളിലുള്ള എന്താണെന്ന് അവർക്കറിയാം, എന്റെ വാർഡ്രോബിലുള്ളത് എന്താണെന്ന് അവർക്കറിയാം, നിങ്ങളുടെ വാർഡ്രോബിലുള്ളത് എന്താണെന്ന് അറിയാം. They know how you handle internet. They know how you handle your private time. അതെല്ലാം അവർക്കറിയാവുന്നതുകൊണ്ട്
രാത്രി പ്രാർത്ഥിക്കണം, തമ്പുരാനെ നിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ അണിയിക്കണമേ. Let the beauty of Jesus be seen in me. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് പന്ത് കളിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പണ്ട് താമസിച്ചില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഫാദർ ഒരു നല്ല സ്നേഹിതരുണ്ട്, ഭക്തൻ കുട്ടിയത്തിൻ്റെ ഭക്തൻ കുട്ടി. അത് അദ്ദേഹത്തിന്റെ വീട്ടുകാർ കൊടുത്ത പേരല്ല, ഞങ്ങൾ നാട്ടുകാർ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ്. നമുക്ക് തന്നെ കൊടുക്കുന്ന പേരൊക്കെ ഇവാഞ്ചലിസ്റ്റ്, ക്രൂസേഡ് പ്രീച്ചർ, മിറക്കിൾ വർക്കർ, ഇതൊക്കെ നമ്മൾ തന്നെ കൊടുക്കും. പക്ഷെ നാട്ടുകാർ എഴുതിട്ടുണ്ട്, അദ്ദേഹം ഒരു പേര് കൊടുത്തു. അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം ഭക്തൻ കുട്ടി അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ലേഡി സമ്പ്രദായം ഉപയോഗിച്ച് നല്ല വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് സാധുവാണ്. എനിക്ക് തോന്നുന്നില്ല 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പന്ത് കളിക്കുന്ന പിള്ളേരെല്ലാം അന്നേരം കളി കളിക്കുമ്പോൾ so much of the beauty of God, so much of the beauty of God. എൻ്റെ മനസ്സിൽ നിന്ന് ഉപദേശിയുടെ മുഖം പോയിട്ടേയില്ല. അദ്ദേഹത്തിന്റെ ശവസംസ്കാര സമയത്തേക്ക് ഞാൻ ശുശ്രൂഷയില്ല. ഞാൻ അന്ന് ആ ഭവനത്തിൽ പോയി ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ദൈവം നിങ്ങളെ ഒരിക്കലില്ല. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നമ്മൾ ആ സംഘടനയോട് ഉപയോഗിക്കാറുണ്ട്. നീതിമാൻ തുണി കെട്ടാതിരിക്കും, അവന്റെ സന്തതി അപ്പയക്കുന്നത് കണ്ടിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇറങ്ങി പോകുന്നതിന് കർത്താവേ, ഐ ഡോണ്ട് വാണ്ട് എ കോസ്മെറ്റിക് റിലീജിയൻ. ഈ നല്ലത് വരണമെങ്കിൽ ഈ കോസ്മെറ്റിക് ഉള്ളതങ്ങ് മാറും. ഫാരസീക്കൽ റിലീജിയൻ ഉണ്ടല്ലോ, മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ടെന്ന് അത് നമുക്ക് കളയാം. കർത്താവേ, let the beauty of the Lord be upon me. 4ാമത്തെ പ്രാർത്ഥനയിലേക്ക് മോശ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം: ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ, 17ാമത്തെ വാക്യം, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി. ഇതിനകത്തും സ്വാർത്ഥതയൊന്നുമില്ല. Lord, prosper the work of my hand. വേറെ രീതിയിൽ ഞാനതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞോട്ടെ, നിലനിൽക്കുന്ന കാര്യം ചെയ്യാൻ കർത്താവെ കൃപ തരണമേ. എന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകുക മാത്രമല്ല, help me to do something that will last forever. അല്പകാലത്തേക്ക് നിൽക്കുന്നതല്ല, എന്നേക്കുമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. ജീവിതാധ്വാനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ചില ഭവനങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ഇവരുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി. ദൈവം അങ്ങനെ വിശ്വസിക്കുക. ഒന്നുമില്ലാത്ത പടകിൽ നിറയ്ക്കാൻ കഴിയുന്ന കർത്താവാണ്. നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരാൻ കഴിയുന്ന കർത്താവാണ്. ദൈവം നമ്മുടെ പ്രവൃത്തി സാധ്യമാകണമെങ്കിൽ 2-3 പ്രാർത്ഥന അതിനോട് ചേർത്ത് ഉണ്ടെന്ന് അനുഭവിക്കുക. ഒന്ന്, ഈ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. ചിലരൊക്കെ പ്രവൃത്തി തുടങ്ങി കൈ കുഴയുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. I don't think that's the order. Before you start praying. ദാവീദിനെ ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചു, Lord, shall I go? Shall I go? ഏലിയാസിന് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പോകുന്നു, ഇന്ന് തന്നെ എനിക്ക് ഈ കാര്യം സാധിച്ചു തരണം. Pray before we start. 2, do God's work in God's way. ദൈവത്തിന്റെ വേല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ദൈവത്തിന്റെ വഴിയിൽ ചെയ്യണം. ദൈവത്തിന്റെ പ്രമാണത്തിന് വിട്ടു ജീവിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. മുമ്പേ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ വഴിയിൽ ചെയ്യണം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ശക്തിയിലേ ചെയ്യാവൂ. ഇന്നലെ നാം ചിന്തിച്ചു, സെൽഫ് മോട്ടിവേഷനിലും സെൽഫ് പവറിലോ ഈഗോയിലും ഒക്കെ ചെയ്യുന്നതൊന്നും നിലനിൽക്കുന്നത് ഫോർ ഇറ്റർണിറ്റി. 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലായി. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ രാജസ്ഥാനിൽ കൂടെ ഒക്കെ പോയപ്പോൾ ഒരു ഗ്രാമത്തിൽ
ഗ്രാമത്തിൽ ചെന്നപ്പോൾ 1900 ആണ്ടിൽ 1900 മെയ് മാസം 20-ാം തീയതിയാണ് 19-ാം തീയതി മരണമടഞ്ഞ ഒരു മനുഷ്യന്റെ സൗദിയിലെ കണ്ടു. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്. 1900 ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോഴാണ് അവിടെ ടാർ റോഡ് വന്നത്. കഴിഞ്ഞ ആണ്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ടാർ റോഡ് പോലും അല്ല. ഏത് വർഷമായി? 2009. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 1900 109 വർഷങ്ങൾക്ക് മുമ്പ് അതുവഴി റോഡ് പോലുമില്ല. സ്കോട്ട്ലൻഡുകാരനായി മനുഷ്യൻ രാജസ്ഥാനിൽ വന്ന് കുതിരപ്പുറത്ത് കയറി ബീൽസ് എന്ന് പറയുന്ന ട്രൈബിനിടയിൽ ആദര ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം പ്രായമായപ്പോൾ മടങ്ങിപ്പോയി. സ്കോട്ട്ലൻഡിൽ ഇരിക്കുമ്പോൾ ബീൽ ട്രൈബ്സിന്റെ ഇടയിൽ ഫാമിൻ വന്നു എന്ന് കേട്ടു. അദ്ദേഹം മടങ്ങി വന്നു. വാർദ്ധക്യത്തില. ഇന്നത്തെ പോലെ ബോട്ടിൽ വാട്ടർ ഒന്നുമില്ല, വാഹന സൗകര്യവുമില്ല. ഇൻ 1900 he rode a horse and then came to this place. അധ്വാനിച്ചു. കോളറ പിടിച്ച് കിടക്കുന്ന അനേകം ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിനും കോളറ പിടിച്ചു. അവിടെ മരിച്ചു. ഒരു വൃക്ഷത്തിന് ചുവട്ടിലാണ് മരിച്ചു. അവിടെ അന്ന് അറിയാവുന്ന ആളുകൾ ഒരു സ്ലാബ് എടുത്തു വെച്ചു. പിന്നീട് ചുറ്റുപാടുള്ള സഭകളിലുള്ള ആളുകൾ വന്ന് ഒരു 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 ഗ്രേവ് പണി അതിൽ എഴുതി വെച്ചതാണ്. ചാൾസ് സ്റ്റുവർട്ട് തോംസൺ, missionary from Scotland, died working among the bees for their welfare. 1900 May 19. ഞാൻ അവിടെ നിന്നുകൊണ്ട് അല്പം കണ്ണുനീർ വാർത്തു. ഇന്ന് അനേക വിശ്വാസികൾ ആ ദേശത്തൊക്കെ ഉണ്ട്. ഞാനിതൊഴികെ സഞ്ചരിച്ചു. തന്റെ ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടി ചെലവിട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, we have only one life. ഒറ്റ ജീവിതം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. സുവിശേഷകരെ മാത്രമല്ല. Bring up your children in the knowledge of God. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ചെലവിടണം. കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. It will last forever. നാം ഇതിനു വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ ആയുസ് എന്തിനു വേണ്ടിയാകുന്നു? കുറച്ചു നാൾ കഴിയുമ്പോൾ മറന്നുപോകുന്ന പ്രവൃത്തിയാണ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അങ്ങ് സാധ്യമാക്കി തരണം. മോശയുടെ 4 പ്രാർത്ഥന. 4 prayers. Lord, give me wisdom today. To Lord, make me glad. 3, Lord, give me your beauty in my life. 4, Lord, prosper the work of my hands. 4 നല്ല പ്രാർത്ഥനകളാണ്. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് ഒരുമില്ല. അത് പ്രാർത്ഥിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. ഈ ജീവിതം അല്പകാലമേ ഉള്ളൂ. വേദന നിറഞ്ഞ ജീവിതമാണ്. തോൽവികളുള്ള ജീവിതവുമാണ്. എന്നാൽ അതിന് നടുവിൽ കർത്താവിനെ പോലെ, കർത്താവിന്റെ ജ്ഞാനത്തിൽ, കർത്താവിന്റെ സൗന്ദര്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഈ കൺവെൻഷൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളോട് ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഷെയർ ചെയ്യും. പിഞ്ചു എന്ന് പറയുന്ന ഒറിയക്കാരൻ ബാലന്. ആ പിഞ്ചുവിനെ എൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ കണ്ടെത്തിയത് ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന വ്യക്തിയായിട്ടാണ്. വാഷിംഗ് മെഷീൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ സ്നേഹിതൻ ഇടപെട്ട് ഈ പിഞ്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. കർത്താവിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അവൻ പഠിക്കാൻ തീരുമാനിച്ചു. ഹൈസ്കൂൾ പഠിച്ചു. കർത്താവിന് വേല ചെയ്യാൻ കുഞ്ഞിന് താല്പര്യം വന്നതുകൊണ്ട് അവൻ സെമിനാരിയിൽ പോയി പഠിച്ചു. ഇന്ന് കേരളത്തിൽ ആ കുഞ്ഞ് വേല ചെയ്യും. പിഞ്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സർവിംഗ് ദി ലോർഡ് ഇൻ കേരള. ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഇംഗ്ലീഷിൽ നല്ല എഴുത്തയച്ചു.
ആലുവായ ഒരു ആലയത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടു. ആരാണെന്നറിയാമോ? ഒറിയാക്കാരൻ ഒരു ബാലൻ, പാത്രം കഴുകി നടന്ന ഒരു ബാലൻ. ആ കുഞ്ഞിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത ഏതോ ഒരു വ്യക്തിയുണ്ട്. സാമ്പത്തികമായിട്ടായിരിക്കും, ആയുസായിരിക്കും. Somebody spent time with that man, young man. നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. ലോകത്തിൽ നാം നേടുന്നതെല്ലാം നശ്വരമാണ്. കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ഇന്ന് രാത്രി നമ്മൾ എഴുതി പോകുമ്പോൾ ഈ 4 പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് പോകും. കർത്താവെ, ഈ ലോക ജീവിതത്തിൽ ജീവിക്കാൻ നീ എനിക്ക് വിശുദ്ധല്ല. 2, കർത്താവെ, ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ സൗന്ദര്യമുള്ളവനായി ജീവിക്കാൻ പറ്റുക. 3, സന്തോഷം നിറഞ്ഞ് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ. 4, കർത്താവെ, നിലനിൽക്കുന്ന വേല ചെയ്യാൻ നീ ഞങ്ങൾക്ക് കൃപ. തലകൾ മണങ്ങിക്കാതെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ തലകളും മണങ്ങിക്കാതെ ഇന്ന് രാത്രി നമുക്ക് നല്ല പ്രാർത്ഥനയോടുകൂടെ മടങ്ങി പോകണം. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ്. കർത്താവെ, നശ്വരമായ ലോകത്ത് വിവേകത്തോടെ ജീവിക്കുക. Lord, give me wisdom to live. എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിന്റെ ന്യായം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഏത് ഗുണമെന്നറിയാൻ ജ്ഞാനമില്ലാത്തത് ജ്ഞാനം നൽകുന്ന കർത്താവേ, ഈ ലോകത്തിൽ ജീവിക്കാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിൽ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേഴ്സണോടുകൂടെ ഞങ്ങൾ ജീവിക്കുന്നു. ആ വ്യക്തിയെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ. ഈ ദുഃഖപൂർണമായ ലോകത്തിൽ എന്റെ ഹൃദയത്തെ അങ്ങ് സന്തോഷിപ്പിക്കണേ കർത്താവേ. ക്ലേശിച്ച് സംവത്സരങ്ങൾക്ക് തക്കവും എന്റെ കർത്താവേ, എന്റെ ഹൃദയത്തെ നീ സന്തോഷിക്കണം. കർത്താവേ, നിന്റെ സൗന്ദര്യമാണ് എന്നെ അണിയിക്കണമേ. Let the beauty of the Lord be upon us. Hallelujah. എത്ര നല്ല പ്രാർത്ഥനയാണ്. കോസ്മെറ്റിക്കുകളിലേക്കല്ല, അതിന് ഭംഗി അല്പകാലത്തേക്കുള്ള ഇറ്റ് ഈസ് ഫെയ്ഡിംഗ് ഗ്ലോറി. എന്നാൽ നിലനിൽക്കുന്ന അങ്ങയുടെ സൗന്ദര്യം, നിന്റെ വിശുദ്ധി, കേട്ടാവെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് കയറി ചെല്ലുന്ന ആ സ്വാധീനം നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്റെ കുടുംബത്തിൽ പോലും as we move along with them, help us to radiate your glory. ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഞങ്ങളോട് തർക്കിക്കുകയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സൗന്ദര്യം കാണുമ്പോൾ അനേകം നിങ്ങളിലേക്ക് അടുത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Somebody has come from a difficult place. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഒഴിഞ്ഞ പടലിനെ നിറയ്ക്കാൻ കഴിയുന്ന കർത്താവ്, ജീവിതത്തിന്റെ തോൽവികളെ ജയമാക്കി തരാൻ കഴിയുന്ന കർത്താവ്, ജീവിതത്തിന്റെ വൈതരണികളെ തരണം ചെയ്യാൻ ബലം തരുന്നവനായ നല്ല കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവ്, എന്റെ കൈകളുടെ പ്രവൃത്തിയെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ. നിലനിൽക്കുന്ന പണിയുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടല്ലോ. ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഈ 4 പ്രാർത്ഥന നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ്, ഇന്ന് ജീവിക്കാൻ ജ്ഞാനം തരണം. ഇന്നെന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഇന്ന് ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിന്റെ സൗന്ദര്യം ലോകത്തിൽ കൊടുക്കാൻ കൃപ തരണം. ഇന്ന് ഞാൻ അധ്വാനിക്കുമ്പോൾ കർത്താവ്, എന്റെ കൈകളുടെ അധ്വാനത്തെ നീ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. Shall we stand in the presence of the Lord? ഒരു നിമിഷം നേരം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ അടുക്കിലേക്ക് അയക്കാം. ഹല്ലേലൂയ. യേശു നമ്മുടെ നടുവിലുണ്ട്. ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളാവുന്നതിന്റെ ഹൃദയത്തിന്റെ
ആഗ്രഹത്തെ നിനക്ക് തരുന്നു. കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇത് തന്നെ ഞങ്ങളെ അയക്കാം. ഞങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ, ഞങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ചെല്ലുമ്പോൾ, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വി വോണ്ട് ടു റേഡിയേറ്റ് യുവർ ബ്യൂട്ടി, നിന്റെ സൗന്ദര്യം. കർത്താവ്, ഒരു ഭക്തൻ കുട്ടിയെ ഉപദേശിക്കുക, അത് കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ മേൽ നിന്റെ തേജസ് അണിയിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഫിന്നിയുടെ മേൽ ആ തേജസ് കൊടുത്ത് കർത്താവെ, അവനെ പരിഹസിച്ച സഹോദരിമാരുടെ മുമ്പിൽ അവനൊരു സാക്ഷി കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വിദ്യാസമ്പന്നരൊന്നും അല്ലായിരുന്നു കർത്താവെ, എന്നാൽ അവരിൽ വ്യാപരിച്ച ദൈവ തേജസ് ഇന്ന് രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാളോറും വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. സൗമ്യതയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, കരുണയുടെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, വിശ്വസ്തതയുടെ ആത്മാവ്. Lord, give me your beauty. ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണുന്ന കർത്താവ്. കർത്താവ്, ഇന്ന് രാത്രി യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ട്? ക്രൂസിന്റെ അടിവാരത്തിലേക്ക് കർമ്മമാർഗത്താലല്ലോ നിന്റെ കൃപ എത്ര വലുതാകുന്നു, നിന്റെ ഗ്രേസ് എത്ര വലുതാകുന്നു. ഞങ്ങളൊന്നും ചെയ്യുന്നതല്ലല്ലോ കർത്താവേ, നിന്റെ വലുതാകും. എങ്കിലേക്ക് വരുവാനിടയാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. യേശു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ. ഇത് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. 4 പ്രാർത്ഥനകളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന കർത്താവേ, നിന്റെ മഹത്വത്താൽ നിറഞ്ഞ്. We want to radiate your beauty. We want to start it in our home first. ഞങ്ങളുടെ ഭവനത്തിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അത് തരണമേ. നാളെ ഞങ്ങളെ കാണുന്നവർ വ്യത്യാസം കാണുവാൻ, ഞങ്ങളുടെ സംസാരത്തിൽ വ്യത്യാസം, ഞങ്ങളുടെ സ്വഭാവത്തിൽ, ഞങ്ങളുടെ കണ്ണുകളിൽ വ്യത്യാസം. Lord, give me that change today. Praise the Lord. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിനെ. ഇത് പ്രാർത്ഥിച്ച മോശയുടെ അനുഭവം നമുക്കറിയാം. അവൻ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിച്ചു. Praise the Lord. God can give that to you, each one of us. യേശുവെ പോലെ